ചീത്ത കൊണ്ട് ചീത്തയെ മായ്ച്ചു കളയുക സാധ്യമല്ല. അഥവാ ചീത്തയായ ധനം കൊടുത്തിട്ട് ചീത്തയായ പലിശയെ മായ്ച്ചു കളയുക സാധ്യമല്ല. ചീത്തയായ മുതലിന്റെ സ്വതക്ക കൊടുത്ത് ചീത്തയായ കുറ്റം പോകില്ല. ചീത്തയായ കുറ്റം പോകണമെങ്കിൽ നന്മയാണ് ചെയ്യേണ്ടത്. ഇത് തിന്മയാണ്. ഇതിന്റെ അർഹത പള്ളിക്കല്ല, ഇതിന്റെ അർഹത അവകാശികൾക്കാണ്. ആരെ കയ്യിൽ നിന്നാണോ അവൻ പലിശ വാങ്ങിയിട്ടുള്ളത് അവിടെയാണ് ഇത് മടക്കി കൊടുക്കേണ്ടത്. പള്ളിയിൽ കൊടുക്കുകയല്ല വേണ്ടത്. ഉസ്താദിനെ ദുആ ചെയ്യാൻ പോക്കറ്റിലിട്ട് കൊടുക്കുകയല്ല വേണ്ടത്, അങ്ങോട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ആരിൽ നിന്ന് ആണോ വാങ്ങിയത് അങ്ങോട്ട് തന്നെ കൊടുക്കണം. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ മറ്റൊരു ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ നബത മിനസ് സുഹ്തി وكل لحم نبت من السحت فالنار أولى به എന്ന് അല്ലാഹു പറയുന്നു. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുകയേ ഇല്ല, ലഹ്മുൻ, ഒരു മാംസവും, ഒരു ശരീരമാംസവും സ്വർഗത്തിൽ കിടക്കുകയില്ല. നബത മിനസ് സുഹ്തി, ഹറാമിൽ നിന്ന് കഴിച്ചു വന്ന, ഹറാമിലൂടെ സമ്പാദിച്ച ഒരു ധനവും ഒരിക്കലും സ്വർഗത്തിൽ കിടക്കുകയില്ല. വകുല്ലു ലഹ്മിൻ നബത മിനസ് സുഹ്തി ഫന്നാറു ഔലാ ബിഹി. വകുല്ലു ലഹ്മിൻ, ഏതൊരു മാംസവും നബത മിനസ് സുഹ്തി, ഹറാം കഴിച്ചു വളർന്നു വന്നതാണെങ്കിൽ ഫന്നാറു ഔലാ ബിഹി, നരകമാണ് അതിനോട് ഏറ്റവും ബന്ധപ്പെട്ടത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ലാ യദ്ഖുലുൽ ജന്നത, വളരെ ചിന്തിക്കണം, വളരെ ആലോചിക്കണം ഈ ഹദീസിന്റെ ഒക്കെ വ്യാഖ്യാനം. ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ നബത മിനസ് സുഹ്തി വകുല്ലു ലഹ്മിൻ നബത മിനസ് സുഹ്തി ഫന്നാറു ഔലാ ബിഹി. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിശ്വാസികൾ ചിന്തിക്കുക, ഒരിക്കൽ ഗുണദോഷം ക്രയവിക്രയങ്ങളിൽ, ജീവിതത്തിൽ ഒരാൾ തന്റെ ക്രയവിക്രയങ്ങളിൽ ആദ്യം തന്റെ മനസ്സിനോട് ചോദിക്കുകയാണ് വേണ്ടത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതന്മാരോട് ഫത്വ ചോദിക്കുന്നതിന് മുമ്പ് ഒരാൾ ചോദിക്കേണ്ടത് തന്റെ മനസ്സിനോടാണ്. അത് ശരിയല്ലല്ലോ എന്ന് തന്റെ തന്നെ മനസ്സ് പറയും. ഹബീബായ റസൂലുള്ളാഹി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, വഅലുല്ലാഹി ഫീ ഖൽബി കുല്ലി മുഅ്മിനി, ഏതൊരു സത്യവിശ്വാസിയുടെയും ഹൃദയത്തിൽ ഒരു സദുപദേശകനെ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. എപ്പോഴും ഉണ്ട്, ഏത് സമയത്തും അള്ളാഹു നന്മ പറഞ്ഞുകൊണ്ട്, നന്മ ഉപദേശിച്ചുകൊണ്ട് ഒരു വായില് ഒരു സദുപദേശകൻ ഒരാളുടെ നെഞ്ചകത്തിരിക്കുന്നുണ്ട് എന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതിനോട് അവൻ ചോദിക്കണം. ഒരിക്കൽ വാബിസത്ത് ബിൻ മഅബദ് റളിയല്ലാഹു അൻഹു, ഇമാം ഹാക്കിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാബിസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ മുസ്തഫായ നബിയുടെ അരികിൽ ചെന്നു. എന്നിട്ട് സഅൽതുഹു അനിൽ ബിർരി വൽ ഇസ്മി, ഗുണങ്ങളും കുറ്റങ്ങളും, ജീവിതത്തിൽ ക്രയവിക്രയ ബന്ധങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങൾ ഗുണങ്ങളാണ്, ഏതൊക്കെ കാര്യങ്ങൾ കുറ്റങ്ങളാണ് എന്നറിയാൻ നബിയുടെ അരികിൽ ചെന്ന് നബിയോട് ചോദിച്ചു, കുറ്റങ്ങൾക്കും ഗുണങ്ങൾക്കും എനിക്കൊരു സംക്ഷിപ്ത വചനം പറഞ്ഞു തരൂ എന്ന്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞു, ജിഇത അൻ തസ്അല അനിൽ ബിർരി വൽ ഇസ്മി ഖുൽതു നഅം ഫജമഅ അസ്ഹാബഹു അസ്വാബിഅഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജമഅ അസ്വാബിഅഹു, അവന്റെ അവിടുത്തെ കൈവിരലുകൾ കൂട്ടിപ്പിടിച്ചു. ഫളറബ ബിഹാ സ്വദ്രി, എന്നിട്ട് എന്റെ നെഞ്ചിനടിച്ചു. ഞാൻ നബിയോട് ചോദിക്കാൻ ചെന്നതാണ്, എന്ത് ജീവിത ബന്ധങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങൾ ഗുണങ്ങളായി ഭവിക്കും, ഏതൊക്കെ കാര്യങ്ങൾ ദോഷങ്ങളായി ഭവിക്കും, ഇതറിയാൻ വേണ്ടി ഞാൻ പ്രവാചകരിൽ ചെന്നതാണ്. ചോദിച്ചപ്പോൾ അവിടുന്ന് കൈവിരലുകൾ കൂട്ടിപ്പിടിച്ച് എന്റെ നെഞ്ചിൽ അടിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇസ്തഫ്തി നഫ്സക വസ്തഫ്തി ഖൽബക. ഇസ്തഫ്തി നഫ്സക, ഏതു കാര്യവും നീ നിന്റെ ആത്മാവോട് ചോദിക്കുക. വസ്തഫ്തി ഖൽബക, പണ്ഡിതനോട് ചോദിക്കുന്നത് അവസാന ഗഡുവാണ്. നിയമങ്ങളിൽ 3-1 കാര്യം മാത്രമേ പണ്ഡിതനോട് ചോദിക്കേണ്ടതുള്ളൂ. 3-2 കാര്യവും മനസ്സിനോട് തന്നെ ചോദിക്കാം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിയമങ്ങൾ അല്ലാഹു തആല വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ലഹ്മ. ലഹ്മ എന്ന് പറഞ്ഞാൽ വിഴുക്കാനർത്ഥം. അൽഹമ, ഇൽഹാം പറഞ്ഞാൽ വിഴുക്ക, ലഹ്മ വിഴുങ്ങൽ. ഫഅൽഹമഹാ, അല്ലാഹു ഈ ആത്മാവിൽ വിഴുക്കിയിട്ടുണ്ട്. ഫുജൂറഹാ വതഖ്വാഹ, ഏതൊക്കെ കാര്യങ്ങൾ ഗുണങ്ങളാണ്, ഏതൊക്കെ കാര്യങ്ങൾ. കണ്ടിലെ ആയത്തെ വനഫ്സിൻ വമാ
ഉറക്കണ്ടോതു വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. ഏതൊക്കെ കാര്യങ്ങൾ ഗുണങ്ങളാണ്, ഏതൊക്കെ കാര്യങ്ങൾ ദോഷങ്ങളാണെന്ന് അൽഹമ, അല്ലാഹു ഇൽഹാം ചെയ്തു. ഇൽഹാം എന്നാൽ ലഹ്മിന്റെ താജിയത്തിന്റെ വാക്കാണത്. ലഹ്മ് എന്നാൽ അതിന്റെ താല്പര്യം ലഹ്മ് വിഴുങ്ങൽ, ഇൽഹാം വിഴുക്കൽ. അല്ലാഹു തആല വിഴുക്കിയിട്ടുണ്ട്, ഇതിന്റെ ഉള്ളിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട്. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്, ഇസ്തഫ്തി നഫ്സക വസ്തഫ്തി ഖൽബക വസുലുസൽ ബിർരി വസുലുസൽ ബിർരി. ഗുണത്തിന്റെ 2/3 ഭാഗവും സുലുസൽ ബിർരി തസ്നിയാണ്. സുലുസൽ ബിർരി ഗുണത്തിന്റെ 2/3 ഭാഗവും മത്മഅന്നത്ത് ഇലൈഹി നഫ്സു, മനസ്സ് ശാന്തമാകുന്ന കാര്യങ്ങളാണ്. മനസ്സ് ശാന്തമാകുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെ ഇടപാടുകൾ, ഏതൊക്കെ പ്രവർത്തനങ്ങൾ ആയിക്കൂടാ എന്ന് തന്റെ മനസ്സ് തന്നോട് വിളിച്ചു പറയുന്ന കാര്യങ്ങളായിരുന്നു അതിന്റെ തീരുമാനം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വത്മഅന്ന ഇലൈഹിൽ ഖൽബു വൽ മാ ജാഅക ഫിൻ നഫ്സി വതറദ്ദദ ഫിസ് സ്വദ്രി. അതിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നിന്റെ മനസ്സിൽ വരുന്നു, നിന്റെ ആത്മാവിൽ തികട്ടി വരുന്നു. നിന്റെ നെഞ്ചിൻ കൂട്ടിൽ അത് ആവർത്തിച്ചു വരുന്നു. അത് വേണ്ടിയിരുന്നോ, അത് ഞാൻ ചെയ്യണോ എന്ന് നിന്റെ മനസ്സിനോട് പറയുന്ന കാര്യത്തെ ഫദ്ഉഹു, അതിനെ നീ അങ്ങോട്ട് ഉപേക്ഷിക്ക്. വഇൻ അഫ്താകൻ നാസ്, ഈ ഹദീസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വാക്കാണിത്. വൈൻ അഫ്താകൻ നാസ്, ജനങ്ങൾ നിനക്ക് ഫത്വ തന്നാൽ പോലും, അത് ചെയ്തോ എന്ന് നിനക്ക് ജനങ്ങൾ ഫത്വ തന്നാൽ പോലും, ഈ ഹദീസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണിത്. വൈൻ അഫ്താകൻ നാസ്, ജനങ്ങൾ നിനക്ക് ഫത്വ തന്നാൽ പോലും നിന്റെ നെഞ്ചിൻ കൂട്ടിൽ ആവർത്തിച്ച് അത് വേണ്ടിയിരുന്നോ എന്ന് വരുന്ന കാര്യങ്ങളെയൊക്കെ നീ ഉപേക്ഷിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അതിന് നീ ഒഴിവുകഴിവുകൾ ഉണ്ടാക്കരുത്. സത്യത്തിൽ യഹൂദികൾ ആദ്യം ചെയ്തത് ഒഴിവുകഴിവുകളെ സ്ഥാപിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, നെയ്പ്പാടുകൾ ഉപയോഗിക്കൽ അള്ളാഹു തആല ഹറാമാക്കിയിരുന്നു യഹൂദികൾക്ക്. നെയ്പ്പാട് ഉപയോഗിക്കാൻ പാടുണ്ടായിരുന്നില്ല. യഹൂദികൾക്കുണ്ടായിരുന്ന നിയമങ്ങളിൽപ്പെട്ട ഒരു നിയമമായിരുന്നു, അവർക്ക് കൊഴുപ്പ് കൂട്ടുന്ന നെയ്പ്പാടുകൾ ഷുഹൂം എന്ന് പറയും. ഷഹ്മ് എന്നാൽ നെയ്പ്പാട, ഷുഹൂം ഇങ്ങനെ നെയ്പ്പാടുകൾ. ഈ നെയ്പ്പാടുകൾ കൊഴുപ്പ് കൂട്ടുന്ന വസ്തുക്കൾ നേരത്തെ നമ്മൾ നോമ്പിന്റെ ബാബിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ആരാധനകൾക്ക് സജ്ജരാവണമെങ്കിൽ കൊഴുപ്പൊഴിവാക്കണം. കൊഴുപ്പ് കൂട്ടുന്ന കാര്യങ്ങൾ, വളരെ സൗകര്യം കിട്ടിയാൽ തന്നെ ആരാധിക്കാൻ വിമുഖത കാണിക്കുന്ന ജനവിഭാഗമായിരുന്നുവല്ലോ യഹൂദികൾ. അതുകൊണ്ട് ആ യഹൂദികളോട് അവരെ വിഷണ്ണരാക്കുന്ന, അവരെ ഉന്മത്തരാക്കുന്ന, അവരെ ആലസ്യരാക്കുന്ന കൊഴുപ്പ് ഉപേക്ഷിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചിരുന്നു. പക്ഷേ യഹൂദികൾ എന്ത് ചെയ്തു? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻ അബീ ഹുറൈറത قال رسول الله صلى الله عليه وسلم പറഞ്ഞു, ഖാതലല്ലാഹുൽ യഹൂദ, യഹൂദികളെ അല്ലാഹു ശപിച്ചു. ഹറമല്ലാഹു അലൈഹിം ശുഹൂമ, നെയ്പ്പാടുകളെ അല്ലാഹു അവർക്ക് ഹറാമാക്കിയിരുന്നു. അവർ ആദ്യകാലത്തൊന്നും അത് ഉപയോഗിച്ചില്ല. പക്ഷേ ഫബാഊഹാ വഅകലൂ സമനഹാ, വളരെ ചിന്തിക്കണം. നെയ്പ്പാട ഉപയോഗിക്കാൻ പാടില്ല എന്ന് അല്ലാഹു അവരോട് പറഞ്ഞിട്ടുണ്ട്. ഒരു വസ്തു ഉപയോഗിക്കൽ ഹറാമാണെങ്കിൽ ആ വസ്തുവിനെ വിൽപ്പന നടത്തലും ഹറാമാണ്. വളരെ ചിന്തിക്കണം. ആ വസ്തുവിന്റെ ക്രയവിക്രയത്തിലും ബന്ധങ്ങളിലുമൊക്കെ ഒരു അധ്വാന ഫലം നേടാം, എന്നാൽ അതൊരിക്കലും അതിന്റെ വിലയാകരുത്. വരയല്ല. നോക്കൂ, ഇതേപോലെയുള്ള ഹറാമായ പല വസ്തുക്കളും ഇതായിരുന്നു സത്യത്തിൽ യഹൂദികൾ ആദ്യ കാലഘട്ടത്തിൽ ചെയ്തത്. ഹറമല്ലാഹു അലൈഹിമുശ് ശുഹൂമ, അല്ലാഹു അവർക്ക് നെയ്പ്പാട് ഉപയോഗിക്കൽ ഹറാമാക്കി. അപ്പോൾ അവരെന്ത് ചെയ്തു? ഫബാഊഹാ, നമുക്കേതായാലും പറ്റില്ലല്ലോ, അതുകൊണ്ട് ഫബാഊഹാ, അതിനെ അവർ വിൽപ്പന നടത്തിയിട്ടോ വഅകലൂ സമനഹാ, അതിന്റെ വിലയാണ് അവർ തിന്നത്. ഫലത്തിൽ അവര് നെയ്പ്പാട തിന്നത് പോലെ തന്നെയായി. അഥവാ നിങ്ങൾ ഒഴിവ് കഴിവുകൊണ്ട് ഒരിക്കലും സൗകര്യം നേടാൻ നോക്കരുത് എന്നാണ് ഇതിന്റെ ആശയമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ വളരെ പ്രഗൽഭമായ ഒരു ഹദീസ് ഇങ്ങനെ കാണാം.
ഖാല റസൂലുള്ളാഹി യഅതി അലന്നാസി സമാൻ, മനുഷ്യർക്ക് ഒരു കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. മനുഷ്യർക്ക് ഇനി ഒരു കാലഘട്ടം വരും. ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു, ഒരാൾ വാങ്ങിക്കൊണ്ടുപോകുന്ന ധനത്തിന്റെ സ്വീകാര്യതയെ കുറിച്ച് അവൻ ആലോചിക്കുകയേ ഇല്ല. അവന് വേണ്ടത് ദ്രവ്യമായിരിക്കും, അവന് വേണ്ടത് മണിയായിരിക്കും, കറൻസി ആയിരിക്കും. അതിനെക്കുറിച്ച് പ്രശ്നമാക്കുകയേ ഇല്ല, ചിന്തിക്കുകയേ ഇല്ല. ഏതൊരു ധനത്തിൽ നിന്നാണോ അവൻ പിടിക്കുന്നത് അതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുകയേ ഇല്ല. അമിനൽ ഹലാലി